ഹായ് എവരിവൺ, നമുക്കൊരു സിമ്പിൾ പ്രോൺസ് ബിരിയാണി റെഡിയാക്കിയാലോ. ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കുവാണ്. അതിന് വേണ്ടിയിട്ട് മഞ്ഞളും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് പ്രോൺസ് എടുത്തൊന്ന് ഫ്രൈ ചെയ്യണം. അധികം ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് പേരിനൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതാ ഈ ഒരു ഭാഗത്ത്, എന്നിട്ടത് മാറ്റി വെക്കണം. അതിനുശേഷം അതേ ഓയിലിൽ തന്നെ നമുക്ക് സവാള സോട്ട് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്യാം നമുക്കിടെ ആവശ്യത്തിനനുസരിച്ച്. എന്നിട്ട് അതിലേക്ക് ജിഞ്ചർ, ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് അത് സോട്ട് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ബിരിയാണി മസാല ആഡ് ചെയ്യണേ, ഞാനത് സ്റ്റെപ്പ് എടുക്കാൻ മറന്നുപോയി. ആഫ്റ്റർ ദാറ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് തക്കാളി ഇടാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീനും അതിൻ്റെ കൂടെ ഇടാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. പിന്നെ ഈ തക്കാളിയിൽ നിന്നൊക്കെ ഉള്ള വെള്ളം ഇറങ്ങി അതിൽ ചെമ്മീൻ വേവാനുള്ള ഒരു ഇതായിക്കൊള്ളൂ കേട്ടോ. ആവിയിലാക്കുമ്പം കുറച്ച് നേരം മൂടി വെക്കുക. മൂടി തുറക്കുമ്പോൾ ഈ ഒരു പരുവാവും. അതിലായിട്ട് കുറച്ച് തൈരിടുക. പിന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് നല്ല പുതിന ഇലയും മല്ലിയിലയും കട്ട് ചെയ്ത് വച്ചേക്കുന്നത് അതിലായിട്ട് ഇടുക. എന്നിട്ട് മൂടി വെക്കുക. പിന്നെ ഇൻ ബിറ്റ്വീൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. ഞാൻ ബസ്മതി റൈസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൽ ലെമൺ സ്ലൈസസ്, ഗ്രാമ്പൂ, തക്കോല, ഏലക്ക, ഗീ, ഉപ്പ് ഇതെല്ലാം ഇട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമ്മുടെ അരി ആഡ് ചെയ്യുക. വെന്ത് കഴിയുമ്പോൾ ആ ലെമൺ സ്ലൈസസ് എടുത്ത് മാറ്റുക. ബാക്കി റൈസ് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി ലെയർ ചെയ്യാം. ആദ്യം കുറച്ച് റൈസ് ഇടുക, അതിൻ്റെ മുകളിൽ മസാല ഇടുക, പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ റൈസ് ഇടുക. ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വറുത്ത ഉള്ളി, മുന്തിരി ആഡ് ചെയ്യുക. പിന്നെ പുതിനയില, മല്ലിയില ഇതെല്ലാം ആഡ് ചെയ്ത് കുറച്ച് നേരം മൂടി വെക്കുക. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഞാനൊരു ലൈറ്റ് ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. അത്യാവശ്യം മോശമില്ലാതെ എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.